learn about how to find the limits of integration and then evaluating a double integral. അപ്പോൾ നമ്മൾ ഒരു റിമാർക്കാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഡബിൾ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് മുന്നേ പ്രോബ്ലംസ് ചെയ്തു. പക്ഷെ എപ്പോഴും അത്രയും ഈസി ആയിട്ട് നമുക്ക് റീജിയൻ ഒന്നും തരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ഒരു റീജിയൻ തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആ ലിമിറ്റുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എന്നിട്ട് ആ ലിമിറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ രണ്ട് രീതിയിലും, ഇപ്പോൾ എക്സ് കോൺസ്റ്റന്റ് ലിമിറ്റും വൈ വേരിയബിൾ ലിമിറ്റുമാണ്. അങ്ങനെയാണെങ്കിലും അതുപോലെ എക്സ് വേരിയബിൾ ലിമിറ്റും വൈ കോൺസ്റ്റന്റ് ലിമിറ്റ് ആണെങ്കിലും രണ്ടും എങ്ങനെ നമ്മൾ കാണുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കേസ് നോക്കുന്നത് വൈ വേരിയബിൾ ലിമിറ്റ് ആവുകയാണെങ്കിൽ അതുപോലെ എക്സ് കോൺസ്റ്റന്റ് ലിമിറ്റ് ആവുന്ന കേസിലാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. To evaluate double integral over R f of x y dA over the region R, integrating first with respect to y and then with respect to x, we have to proceed as follows. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ y എന്ന് പറയുന്നതാണ് ഉള്ളിൽ വരുന്നത്. എന്ന് വെച്ചാൽ y എന്ന് പറയുന്നത് വൈൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും, എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലിമിറ്റ് ആയിരിക്കും. അപ്പൊ ആ കേസിലാണ് ഈ പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ സ്കെച്ച് ചെയ്യുക. സ്കെച്ച് ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് ലേബൽ ദ ബൗണ്ടിങ് കർവ്സ്. അപ്പൊ ബൗണ്ടിങ് കർവ്സ് വരയ്ക്കുക, അതുപോലെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ മാർക്ക് ചെയ്യുക, സ്കെച്ച് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇമാജിൻ എ വെർട്ടിക്കൽ ലൈൻ എൽ കട്ടിംഗ് ത്രൂ ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് വൈ. മാർക്ക് ദ വൈ വാല്യൂസ് വേർ എൽ enters and leaves the region R. Let these values be y equal to g1 of x and y equal to g2 of x. These are the y limits of integration. അപ്പൊ വൈന്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. നമ്മുടെ റീജിയൻ നമ്മളിപ്പോ മാർക്ക് ചെയ്തു, ബൗണ്ടറി ഒക്കെ ബൗണ്ടിങ് കർവ്സ് ഒക്കെ വെച്ചിട്ട് റീജിയൻ നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ റീജിയന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വെർട്ടിക്കൽ ലൈൻ എല്ല് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എല്ലിന്റെ ഏറ്റവും എല്ല് ആ റീജിയനെ തുടങ്ങുന്ന റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ പോയിന്റ്, അതുപോലെ ആ റീജിയനിന്ന് പുറത്തേക്ക് പോകുന്ന ആ പോയിന്റും നോക്കുക, അവിടുത്തെ ഫങ്ഷൻസ് എന്തൊക്കെയാ നോക്കുക. അപ്പോൾ ആ റീജിയനിലോട്ട് ഇപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ലൈൻ എങ്ങനെയാന്ന് വിചാരിക്കാം. ഇതാണ് ഇപ്പൊ നമ്മുടെ റീജിയൻ. നമ്മൾ അല്ലെങ്കിൽ ഒരു കേർവ് വെച്ചിട്ട് ഞാൻ പറയാം. നമ്മൾ കുറെ ബൗണ്ടിങ് കേർവ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു പരാബോളയുടെ ഭാഗവും അങ്ങനെ വരയ്ക്കാം. ഒരു പരാബോളയുടെ ഭാഗവും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ബൗണ്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ജസ്റ്റ് റീജിയൻ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ കുറച്ച് ബൗണ്ടറീസ് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ വൈന്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഈ റീജിയനിൽ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇതാണ് എൽ എന്ന് പറഞ്ഞ ലൈൻ. അപ്പോൾ ഇത് ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുക. റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അതുപോലെ റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പോയിന്റ് ഇതാണ്. ഇവിടുത്തെ ഈ കർവിന്റെ ഫങ്ഷൻ നോക്കുക. ഈ കർവിന്റെ ഫങ്ഷൻ ഇപ്പൊ g1 of x ആണെന്ന് വിചാരിക്കുക. ഇത് g1 of x എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനും ഇത് g2 of x എന്ന് പറഞ്ഞ കർവ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ y വേരി ചെയ്യുന്നത് എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും, g1 of x തൊട്ട് g2 of x വരെ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ y വേരി ചെയ്യുന്നത്. പിന്നെ x വേരി ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ അതാണ് നമ്മൾ അടുത്ത പറയുന്നത്. x വേരി ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ
ഈ കർവിന്റെ ഫസ്റ്റ് പോയിന്റ് എടുക്കുക, നമ്മൾ ഈ വെർട്ടിക്കൽ ലൈൻ, എല്ലാ വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് ഫുള്ള് വരയ്ക്കാം. അപ്പൊ റീജിയനിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഫസ്റ്റ് വെർട്ടിക്കൽ ലൈൻ ആണ് എക്സിന്റെ ഫസ്റ്റ് ലിമിറ്റ്. ഇത് എക്സ് ഈക്വൽ ടു ഇവിടെ ഏത് നമ്പർ ആണോ അത്, ഇത് എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ അത്, ഇനി ഇത് ലാസ്റ്റ് അവസാനിക്കുന്ന ആ ലൈന് എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ അപ്പോൾ അതാണ് എ ടു ബി ആണ് അവിടെ. ഇവിടെ എക്സ് വേരി ചെയ്യുന്നത്, അതുപോലെ വൈ വേരി ചെയ്യുന്നത് g1 ടു g2 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ അതും കൂടെ പറയാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ചൂസ് എക്സ് ലിമിറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ വെർട്ടിക്കൽ ലൈൻസ് ത്രൂ ആർ. അപ്പൊ എക്സിന്റെ ലിമിറ്റിൽ എല്ലാ വെർട്ടിക്കൽ ലൈൻസും വരണം. കാരണം എക്സ് ഈക്വൽ ടു എക്ക് മുന്നേ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എക്സ് ഈക്വൽ ടു ബിക്ക് ശേഷം ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മുടെ റീജിയനിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനുള്ളിലുള്ള എല്ലാ വെർട്ടിക്കൽ ലൈൻസും അതിൽ വരണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. ഇവാലുവേറ്റ് ദ ഡബിൾ ഇന്റഗ്രൽ യൂസിങ് ദ ഫോർമുല double integral over r f of x y dA equal to integral a to b integral g1 of x to g2 of x f of x y dy dx. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ റീജിയൻ വരയ്ക്കുന്നത്, അതുപോലെ ഏതാണ് വേരിയബിൾ ലിമിറ്റ് എന്ന് കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് ഇത്തിരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഇനി നേരെ തിരിച്ചാണെങ്കിൽ എന്ന് വെച്ചാല് എക്സിനാണ് വേരിയബിൾ ലിമിറ്റ് വരുന്നത്, അതുപോലെ വൈ കോൺസ്റ്റന്റ് ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ എടുക്കുക. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ടാണ് വൈക്കുള്ള ലിമിറ്റ് കണ്ടുപിടിച്ചതെങ്കിൽ അവിടെ നമ്മൾ എക്സിന്റെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, വേരിയബിൾ ലിമിറ്റ്സ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനായിട്ട്, അവിടെ എക്സ് വേരി ചെയ്യുന്ന ഫങ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി നിങ്ങൾ. ഇതായിട്ട് കുറച്ച് വ്യത്യാസമല്ലേ ഉള്ളൂ. ടു ഇവാലുവേറ്റ് ദ സെയിം ഡബിൾ ഇന്റഗ്രൽ ആസ് ആൻ ഐറ്ററേറ്റഡ് ഇന്റഗ്രൽ വിത്ത് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ റിവേഴ്സ്ഡ്, യൂസ് ഹൊറിസോണ്ടൽ ലൈൻ ഇൻസ്റ്റെഡ് ഓഫ് വെർട്ടിക്കൽ ലൈൻ. അപ്പൊ വെർട്ടിക്കൽ ലൈൻ ഇൻസ്റ്റെഡ് ഓഫ് ആയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ യൂസ് ചെയ്യാം. Here the x values where the horizontal line enters and leaves are region R are the x limits of integration. അപ്പൊ ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ഹൊറിസോണ്ടൽ ലൈൻ ഇപ്പൊ നമ്മുടെ റീജിയൻ ഇതാണ് എന്ന് വിചാരിക്കാം. റീജിയൻ ഇതാണ്. അപ്പൊ ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഈ റീജിയനിലോട്ട് എൻറ്റർ ചെയ്യുന്ന ഇവിടുത്തെ കർവും, അതുപോലെ ഈ റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവിടുത്തെ കർവുമാണ് നമ്മുടെ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? വൈന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ചൂസ് വൈ ലിമിറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ ഹൊറിസോണ്ടൽ ലൈൻസ്, എല്ലാ ഹൊറിസോണ്ടൽ ലൈൻസും. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ എല്ലാ ഹൊറിസോണ്ടൽ ലൈൻസ് നോക്കിയാൽ ഈ റീജിയനിൽ വരുന്ന ലാസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ വരെ എടുക്കണം, അതുപോലെ ഇവിടുത്തെ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ വരെ എടുക്കണം. അപ്പൊ അതിലെ ഫസ്റ്റത്തെ ഈ പോയിന്റിന്റെ ഈ ലൈനാണ് എക്സ് ഈക്വൽ ടു ഇവിടെ വൈ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സി ആണെങ്കിൽ ഇത് വൈ ഈക്വൽ ടു ഡി. അപ്പൊ ഇവിടെ വൈ വേരി ചെയ്യുന്നത് സി ടു ഡി ആയിരിക്കും. അപ്പൊ അതിലെ ഏറ്റവും ലാസ്റ്റ് ഈ റീജിയനിൽ ടച്ച് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക ഇവിടെ, അതുപോലെ ഏറ്റവും ഫസ്റ്റ് ഈ റീജിയനിൽ ടച്ച് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക, അതായിരിക്കും വൈ വേരി ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. ചൂസ് വൈ ലിമിറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ ദ ഹൊറിസോണ്ടൽ ലൈൻസ് ത്രൂ ദ റീജിയൻ ആർ. അപ്പൊ നമ്മുടെ റിക്വയർഡ് ഡബിൾ ഇന്റഗ്രൽ എന്തായി മാറും? ജസ്റ്റ് ഇവിടെ ഒന്ന് മാറുള്ളൂ അല്ലെ, നമ്മുടെ ലിമിറ്റും ഇവിടെ ഫങ്ഷൻസും കുറച്ച് മാറും. അപ്പൊ ദ റിക്വയർഡ് ഇന്റഗ്രൽ ഈസ് ഇന്റഗ്രൽ സി ടു ഡി. ഈ ഫംഗ്ഷനെ ഞാനിപ്പോ h1 ഓഫ് വൈയും h2 ഓഫ് വൈയും ആയിട്ട് എടുത്തത്. എഫ് ഓഫ് എക്സ് വൈ dx dy വരും.
ഇത്രയേ ഉള്ളൂ രണ്ട് രീതിയിൽ. ഏതെങ്കിലും ഒരു രീതി അറിഞ്ഞിരുന്നാൽ മതി, പക്ഷെ രണ്ട് രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു രീതി അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിന് റിവേഴ്സ്ഡ് ആയിട്ടുള്ള രീതി നമുക്ക് അടുത്തതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ്, 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ബൈ വൈ over the region in the first quadrant bounded by the lines y equal to x, y equal to 2x, x equal to 1 and x equal to 2. അപ്പോൾ ഇത്രയും ബൗണ്ടറീസ് തന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റീജിയൻ വരയ്ക്കണം. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, അത് നിങ്ങൾക്ക് മാറിപ്പോവാതിരുന്നാൽ മതി. അപ്പോൾ റീജിയൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ റീജിയൻ എവിടെയുള്ളതാന്ന് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ആ റീജിയൻ ആണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം റീജിയൻ വരച്ച് നോക്കുക, എന്നിട്ട് വേണം നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിൽ തന്നിട്ടുള്ള ഓരോ ഫങ്ഷൻസും ഇതിൽ വരയ്ക്കാം. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെ വരും? y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ കുറച്ച് പോയിന്റ്സ് അടയാളപ്പെടുത്താം. നമുക്ക് 1 2 3, ഇവിടെ 1 2 3 ഒരു 4 വരെ വരയ്ക്കാം. 4 0. അപ്പോൾ y ഈക്വൽ ടു എക്സ് ആവുന്നത് ഇവിടെ 1 1 എന്ന് പറഞ്ഞ പോയിന്റ്, അതുപോലെ 2 2 എന്ന് പറഞ്ഞ പോയിന്റ്, പിന്നെ 3 3 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്ന ആ ലൈനാണ്. നമുക്ക് ഏകദേശം ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ. അടുത്തത് y ഈക്വൽ ടു 2x എന്ന് വെച്ചാൽ 0 ആവുമ്പം 0 തന്നെ, x 1 ആവുമ്പം y എന്താവും? 2 × 1 എന്ത് വരും? 2 ആവും. അപ്പൊ ഈ പോയിന്റ്. അടുത്ത എക്സ് 2 ആവുമ്പോ y എന്താവും? 2 × 2, y എന്ന് പറയുന്നത് 4 ആവും. അപ്പൊ നമുക്ക് ഈ ഏറ്റവും 2 പോയിന്റ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻ വരയ്ക്കാം. അപ്പൊ ഈ സ്ട്രേറ്റ് ലൈൻ ഇതാണ് y ഈക്വൽ ടു 2x എന്ന് പറഞ്ഞ ലൈൻ അല്ലെ. ഇപ്പൊ 2 ബൗണ്ടറീസ് കിട്ടി. പിന്നെയുള്ള ബൗണ്ടറി പറഞ്ഞത് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാല് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് അല്ലെ. എക്സ് 1 ആയിട്ടുള്ള ഈ ലൈൻ വരച്ചു. ഇതാണ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ. അടുത്തത് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ലൈൻ, അത് ഈ വെർട്ടിക്കൽ ലൈൻ. നിങ്ങൾ വരയ്ക്കുന്ന സ്കെയിലൊക്കെ വെച്ച് വരച്ചാൽ മതി. അപ്പൊ ഇത്രയും ലൈൻസ് ആണ് ബൗണ്ടറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനുള്ളിൽ വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാ ഉള്ളത്? ഈ 4 ബൗണ്ടറീസിനും ഉള്ളിൽ വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഈ എല്ലാ ലൈൻസും വരുന്ന ഈ റീജിയൻ ആണ് നമ്മുടെ റീജിയൻ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ 6. അപ്പൊ ഈ ഒരു റീജിയൻ ആണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എക്സ് ആണ് കോൺസ്റ്റന്റ് ലിമിറ്റ് ഉള്ളത്, അതുപോലെ y ആണ് വേരിയബിൾ ലിമിറ്റ്സ് ഉള്ളത് അല്ലെ. അപ്പൊ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റും വൈക്ക് വേരിയബിൾ ലിമിറ്റ് ആണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുക? ഫസ്റ്റ് മെത്തേഡ് ആദ്യം നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ ഈ റീജിയനിനുള്ളിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും അല്ലെ. റീജിയനിനുള്ളിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. ഇതാണ് ആ ലൈൻ, എൽ എന്ന് പറയുന്ന ലൈൻ. അപ്പൊ അത് ഈ റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റ് ഇതാണ്, അതുപോലെ റീജിയനിൽ ലീവ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് അല്ലെ. അപ്പൊ ഈ 2 പോയിന്റിലെയും ഇവിടുത്തെ എൻട്രി ചെയ്യുന്ന പോയിന്റിലെ ഫംഗ്ഷൻ എന്താണ്? എക്സ് ആണ്. അതുപോലെ ലീവ് ചെയ്യുന്ന പോയിന്റിലെ ഫംഗ്ഷൻ 2x ആണ്. അപ്പൊ അതാണ് നമ്മുടെ y വേരി ചെയ്യുന്ന ലിമിറ്റ്സുകൾ അല്ലെ. അപ്പൊ y വേരി ചെയ്യുന്ന പോയിന്റുകൾ അതാണ്. ഏതൊക്കെയാണ്? y എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയാൽ മതി, എക്സ്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x എന്ന് കിട്ടി. അടുത്തത് ഇനി എക്സ് വേരി ചെയ്യുന്ന ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റീജിയൻ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഫസ്റ്റ് റീജിയനിൽ ഉൾപ്പെടുന്ന വെർട്ടിക്കൽ ലൈൻ ഏതാ? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനാണ്. ലാസ്റ്റ് വരുന്നതോ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ലൈനാണ്. അതിനിടയിലുള്ള എല്ലാ വെർട്ടിക്കൽ ലൈൻസും നമ്മുടെ റീജിയനിലുണ്ട് അല്ലെ. അപ്പൊ അതിനിടയിലുള്ള എല്ലാ വെർട്ടിക്കൽ ലൈൻസും നമ്മുടെ റീജിയനിലുള്ളത് കൊണ്ട് ഇവിടെ എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1 തൊട്ട് 2 തന്നെ ആയിരിക്കും. ഇതൊക്കെ ഡയറക്റ്റ് ഇതിൽ തന്നെ തന്നിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഇവിടെ തന്നിട്ടുണ്ടല്ലോ, നമുക്ക് അവിടെ ഏതാ വലുത് ചെറുത് ഏതാന്ന് മനസ്സിലാക്കി. ഇപ്പൊ നമുക്ക് എല്ലാ ഫംഗ്ഷനും ഇതുപോലെ നമുക്ക് എക്സ് ആണോ 2x ആണോ എന്ന് നോക്കി വലുത് ഏതാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് അല്ലെ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇപ്പൊ എക്സ് ആണോ 2x ആണോ, നമുക്ക് ഇപ്പം എക്സ് തൊട്ട് 2x വരെയാണോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, 2x തൊട്ട് എക്സ് വരെയാണോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ചിലപ്പം കിട്ടില്ല. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉള്ളതായതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് നമ്മള് വേർഡ്സിലൊന്ന് എഴുതിയാൽ നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് പറയാം ലെറ്റ് us ഇന്റഗ്രേറ്റ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇവിടെ വരിക, കാരണം y ആണ് വേരിയബിൾ ലിമിറ്റ്. ലെറ്റ് us ഫസ്റ്റ് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു y then with respect to x. Draw a vertical line L cutting through region R in the direction of increasing y. അങ്ങനെയാണ് നമ്മൾ L വരച്ചേക്കുന്നത്. The line L enters the region R when y equal to x and leaves the region R when y equal to 2x. Hence the limits of integration of y are from y equal to x to y equal to 2x. To cover the entire region R, the line L should move from x equal to 1 to x equal to 2. Therefore, the limits of integration of x are from x equal to 1 to x equal to 2. ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ വരച്ച കാര്യങ്ങളൊക്കെ ഇത് നമ്മളൊരു സൈഡിൽ വരച്ച് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഇതിൽ f(x,y)ക്ക് ആകെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രം അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇത് വേരി ചെയ്യുന്ന എവിടെ നിന്നിട്ട് എവിടെ വരെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്തായി വരും? Therefore, double integral over R f(x,y) dA എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് ഉള്ളതാണ് എഴുതാനായിട്ട് പോകുന്നത്. കോൺസ്റ്റന്റ് ലിമിറ്റ് ഇവിടെ ഏതാ? എക്സിനാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്ന 1 to 2 ആണ്. അതുപോലെ ഇനി അടുത്തത് y ആണ്, വേരിയബിൾ ലിമിറ്റ് ആണ്. എക്സ് തൊട്ട് 2x വരെയാണ് y വേരി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ എഴുതുക x/y dy dx. ഇനി ഓരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 to 2 ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. എക്സ് കോൺസ്റ്റന്റ് എടുത്തു. 1/y-ന്റെ ഇൻ്റഗ്രേഷൻ 1/y-ന്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y എന്ത് വരും? log y വരും അല്ലേ. log y ലിമിറ്റ് x to 2x dx which is equal to integral 1 to 2x log y-ക്ക് പകരം 2x കൊടുക്കുക. അപ്പോൾ log 2x മൈനസ് log x വരും അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? log 2x മൈനസ് log x-നെ നമുക്ക് എങ്ങനെ എഴുതാം? integral 1 to 2x log 2x മൈനസ് log x-നെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മാറ്റി എഴുതാലോ.
എഴുതും? ലോഗ് 2x/x എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സും കട്ടായി, ലോഗ് 2 മാത്രമായി അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ വരും? ഇൻ്റഗ്രൽ 1 to 2 x log 2 dx ആവും. ലോഗ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പോവുക. അപ്പം ലോഗ് 2 എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2, അത് 1 to 2 വേരി ചെയ്തു. ഇനി ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2² 4/2 വരും. 1 കൊടുത്താൽ 1/2 വരും. അപ്പം എന്ത് വരും? ലോഗ് 2 ഇൻറ്റു 4/2 2 വരും, 1/2 എത്ര കിട്ടും? 2 × 2 4 - 1/2. അപ്പം ലോഗ് 2 ഇൻറ്റു ഇവിടെ 3/2 വരും അല്ലേ. അപ്പം 3/2 ലോഗ് 2 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ ഇപ്പോൾ കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ ഇക്വേഷൻസ് പലത് യൂസ് ചെയ്യാനായിട്ട് ഓർക്കുക. നമുക്കറിയാം ലോഗ് x/y എന്ന് പറഞ്ഞത് എന്താ? ലോഗ് x - ലോഗ് y ആണ്. ആ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ലോഗ് xy നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് x പ്ലസ് ലോഗ് y ആയിട്ട് എഴുതാം. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്തപ്പോഴാണ് നമുക്കങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ആ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഈ കേസിലൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷെ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ ബൗണ്ടറീസ് മനസ്സിലാക്കാൻ ഒത്തിരി ഈ മെത്തേഡ് നല്ലപോലെ യൂസ് ചെയ്യുന്ന വരും.